ഹലോ ഗൈസ്, വെൽക്കം ടു അപ്പോ നമ്മള് മാളുവിന്റെ മീന് ഫുള്ള് കഴിഞ്ഞ്. അപ്പൊ മാളു പ്രസവിച്ചെടുക്കല്ലേ. അപ്പൊ മാളുവിന് നമ്മള് എപ്പോഴും മീന് കൊടുക്കും. ഒരു ദിവസം 4 മീനൊക്കെ വെച്ച് ഒരു 5 മാളുവിന് മാത്രം, നമ്മക്കല്ല. അപ്പൊ കുട്ടികൾ പാലല്ല കുടിക്കുക. അപ്പോ നമ്മള് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് മീൻ. അപ്പൊ ഇവരെയും കൊടുന്ന് ഇതുവരെ നമ്മള് മാളുവിന്റെ അടുത്ത് ഇങ്ങനെ കളിക്കായിരുന്നു. മാളുവിന്റെ മക്കളായിട്ട് മീൻ വാങ്ങാൻ വരെയായിട്ട് വരാൻ തോന്നി. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു 5 ദിറംസോ കൊടുത്താ ഇവിടുന്ന് മത്തിയോ ചെറിയ മീനാണല്ലോ, മത്തിയാണ് അന്ന് വാങ്ങിയത്. അങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് എന്താ ഉള്ളത് നോക്കാം. എന്നിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് അത് തിന്നുന്ന വീഡിയോ വരെ അതുവരെ നമുക്ക് എടുക്കാം. മാളൂന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ആരും കാട്ടൂല്ല, അങ്ങനത്തെ ഒരു പാവം പിടിച്ച ടൈപ്പാണ്. അതിന്റെ എല്ലാ മക്കളെയും എപ്പോഴും ബാക്കി. പക്ഷെ എനിക്ക് നല്ല പേടിയാട്ടോ, ഞാനിങ്ങനെ അധികം അടുപ്പിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടാവലോട് അവരെ ഇഷ്ടമാണ്. പക്ഷെ പേടി. 4 കുട്ടികളുണ്ടായിരുന്നു, അതിലൊന്ന് മരണപ്പെട്ട് ചത്ത്. അപ്പോ എല്ലാ പ്രാവശ്യം ചാവും മക്കള്. അതില് കാടൻ വന്ന് കൊല്ലും. ഇപ്രാവശ്യം കാടൻ കൊല്ലോന്ന് അറിയില്ല. റമദാൻ മാസമല്ല, അതിന്റെ ഒരു കൂലി അല്ലെ, അത് കിട്ടിക്കോട്ടെ എന്നുള്ളതില്. അപ്പൊ എല്ലാവർക്കും കിട്ടിക്കോട്ടെ കൂലി, 4 ആൾക്കും കൂടി. അപ്പൊ ഞങ്ങള് 4 ആൾക്കാർക്കും അല്ല രൂപ എന്നൊരു കാര്യം പറഞ്ഞിട്ട് മീൻ വാങ്ങാൻ പോവാന്നാണ്. രൂപ പറഞ്ഞടി അള്ളാക്ക് ആന്റിയുടെ പിന്നെ അങ്കിളിനും രഹാനും എന്തൊക്കെ ഇഷ്ടമാവും. കാരണം ഞങ്ങള് മറ്റേ പൂച്ച മീനൊക്കെ വാങ്ങണം. ബാക്കിയുള്ളൊക്കെ വരക്കാളോ മറ്റേ പൂച്ചാട അടിക്കണ പോലെ ഓടിക്കില്ലേ, പിന്നെ കല്ലെടുത്തിട്ടറിയില്ല. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫിറ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫിറുദാ മാളൂനുള്ള മീൻ തപ്പി പോകുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? യു എയിലാണല്ലേ, വേറെ എവിടെയല്ല. അങ്ങനെ ഇതാ നല്ല അടിപൊളി മീനുകളുണ്ട് കേട്ടാ നോമ്പായിട്ട്. പക്ഷെ നമ്മള് മീൻ വാങ്ങണില്ല, നമുക്ക് ഫുഡ് ഡെയിലി കിട്ടേണ്ട ഇഷ്ടം പോലെ. അതുകൊണ്ട് നമ്മള് വാങ്ങണില്ല. 5 രൂപയ്ക്കുള്ള മീൻ ചെറുതൊന്നും ഇല്ല. അപ്പൊ ഓനോട് പറയണ റമദാൻ മാസാണ്. അതെ, അപ്പൊ നമ്മളെടുക്കാച്ചിട്ടായിരുന്നു ആ മീൻ. ഓനും പഠിച്ചോനും ഇഷ്ടാവും. അപ്പൊ അത് പക്ഷെ സെയിൽ ചെയ്തിക്കണ്. അങ്ങനെ നമുക്കുള്ള മീൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഉച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മാളൂനുള്ള മീന്. ഇത് മാളൂനാവോ? ചിലപ്പോ ആവും. ഞങ്ങളെ മാളൂനാവും ചിലപ്പോൾ. മുള്ളൊക്കെ തിന്നും. അപ്പോ മാളൂന് വേണ്ടി നല്ല മത്തി വാങ്ങിയൊക്കെയാണ് അല്ലേ. അപ്പൊ ഞങ്ങള് പോവാണ്. അങ്ങനെ ഞങ്ങൾ വരി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകെ ബഹളാണ്, കലപില. അങ്ങനെ ഞങ്ങളിതാ നടക്കണ്. വേറൊരു പൂച്ചക്കുട്ടി ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. കേറ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. മാളൂന്റെ മീനൊക്കെ എടുത്ത് ഞങ്ങളെ മാളൂന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാളിങ്ങനെ ഡോറിന്റെ അവിടെ നിന്നിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് മീൻ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ മാളൂന് മീന് തന്നെയാണ് ഇഷ്ടം. അത് കൊടുക്കാച്ചിട്ടാ. വരുന്നുണ്ടല്ലേ. ഫിറുവിന്റെ ഫിറുവിനെ ഭയങ്കര ഇഷ്ടാണ് മാളൂന്.
അതിന്റെ അടുത്തേക്ക് വായൊക്കെ വെച്ചു കൊടുക്കും. ഇതും ഇട്ടാ മതി സാധനത്തിന്. ഇത്ര പേടിയാ. ഫിറങ്കിള് കൊടുക്കുന്നു. കടിച്ച ഉടനെ വിടണം കൊടുത്താല്. അങ്ങനെ മാള് ഫിറു വിളിച്ചു കഴിഞ്ഞാല് മാള് ഓടിയെത്തും അല്ലേ? അത് ഭയങ്കര ഇതാ. ചിലപ്പോ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കാറൊന്നുമില്ല മാള് പേർക്കാരും. കാരണം ഞാൻ ചീത്താറിയൊക്കെ ചെയ്യും ഇടയ്ക്ക്. അതുകൊണ്ട് അതെ. പിന്നെ ഇപ്പൊ മാള് പുറത്തൊക്കെ പോകുന്നുണ്ട്. ഫുഡൊക്കെ അടിച്ചിട്ട് തന്നെ വരുന്നത്. പിന്നെ ഫിറൂന് അങ്ങനെ കൊടുക്കുമ്പോ ഇപ്പൊ ഒന്ന് ശീലായിക്കണ്. പിന്നെ ഇപ്പൊ പ്രസവിച്ചെടുക്കല്ലേ, ബേബീസ് ഉണ്ട്, പാലൊക്കെ കുടിക്കണല്ലേ. അപ്പൊ നമ്മള് മാളുവിന്റെ ഹെൽത്ത് നോക്കാണ്. രഹാൻ ദൂരെ നിന്ന് തൊടുന്നു. ഇതാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ ബേബീസില് ഒന്ന് ഇതാണ് ഞങ്ങള് പേരിട്ടിട്ടുണ്ട് ഇന്ന്. പേര് പറയാ കിട്ടു. ഇത് മിട്ടു ആണ്. മിട്ടു. ഇത് മിട്ടു. ബ്ലൂ കണ്ണൊക്കെയാണ് മിട്ടുവിന്റെ. ഇനി മിട്ടുവിനെ അവിടെ ഇടാം നമുക്ക്. മിട്ടുവിനെ അവിടെ ഇടാം നമുക്ക്. മിട്ടുവിടെ ഇട്ട് കുട്ടു 2 തരം കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കണ്ണൊക്കെ ആയിട്ട് സുന്ദരനാണ്. പാവാണ് മാളുന്റെ പോലെ. പക്ഷെ മിട്ടു അങ്ങനെ അല്ല കേട്ടോ. മിട്ടുവിന് ഒരു ചീറ്റലൊക്കെ ഉണ്ട്. ലൈറ്റ് വരുമ്പോ ഇവർക്ക് എന്തോ ഇങ്ങനെ കാണിക്കാനാണ് അല്ലേ. പിന്നെ ഒന്നും കൂടെ ഉള്ള വൈറ്റ് തന്നെ. അത് സുട്ടു. എന്താണ് പേര്? മിട്ടു, കിട്ടു, കുട്ടു. കുട്ടുതാ കുട്ടു. കുട്ടൂസ്, ബേബി കുട്ടു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വൈബുകൾ ഇപ്പത്തെ. അപ്പൊ ഇറങ്ങിക്കോട്ടെ. പിന്നെ മുക്കിലിട്ടിരിക്കണ അവരെവിടെ നമ്മള് സുരക്ഷിതമായി വെച്ച അവിടെ ഇരിക്കണില്ല. ഞങ്ങള് ഡോറിന്റെ തുറന്ന മുക്കിൽ ഒരു സൈഡിലായിട്ടാണ് അവരിങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ 4 പേരുണ്ടായിരുന്നു. അപ്പൊ ഈ 3 കാണുമ്പോ ഒരു വിഷമാണ്. ഒരാളും കൂടി ഉള്ളതല്ലേ. അപ്പൊ ഞങ്ങളുടെ 3 സുന്ദരി ബേബീസ് ഇതാ അവിടെ കിടക്കുന്നു. അപ്പൊ ഗൈസ് ഇത് ഇത്രേ ഉള്ളൂ വീഡിയോ. നമ്മള് മാളൂന് ഒരു ചെറിയ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി. അതെ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. റെഹാൻ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പറയും. അവിടെ പോയിക്ക്. ഓക്കെ ബൈ.